ഇപ്പോൾ സ്ട്രോക്ക് വരുന്നതിന് പ്രായ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ കുട്ടികൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടോ? യുവാക്കൾക്ക് കൂടുതലാണോ? അത് ഏജ് കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ? സ്ത്രീകൾക്കുണ്ടോ? ഏജ് കൂടുന്നതനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ട് സ്ട്രോക്ക് വർദ്ധിക്കുന്നുണ്ട്. അതായത് എപ്പോഴും പ്രായമായവരാണ് നമ്മൾ ഒരു 100 സ്ട്രോക്ക് കാണുകയാണെങ്കിൽ അതിലൊരു 80 സ്ട്രോക്കും 60 വയസ്സിൽ കൂടുതലുള്ളവർക്കായിരിക്കും. ഒരു 20 സ്ട്രോക്കിൽ ഒരു 20ഉം 18 വയസ്സിൽ കൂടുതലായിരിക്കും. 18 വയസ്സിൽ താഴെ സ്ട്രോക്ക് വരുന്നത് വളരെ വളരെ വിരളമാണ്. സ്ട്രോക്ക് അല്ലാതുള്ള കാരണങ്ങളാകാനാണ് സാധ്യത കുട്ടികളിലും. വളരെ കൊച്ചു കുട്ടികളിൽ വരെ സ്ട്രോക്ക് വരാം. അതിലുള്ള കാരണങ്ങൾ വ്യത്യാസമുള്ള കാരണങ്ങളാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരുന്നത്. പക്ഷേ ഈ 18 വയസ്സ് മുതൽ ഈ ഒരു 60 വയസ്സുള്ള രോഗികളിലും ആൾക്കാരിലും സ്ട്രോക്ക് വരാം. കാരണം ഈ പണ്ടെല്ലാം 60 വയസ്സിൽ കൂടുതലുള്ളവർക്കായിരുന്നു പ്രമേഹവും BP എല്ലാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. 30 വയസ്സിലും 40 വയസ്സിലും ആൾക്കാർക്ക് ഇപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ ആ പ്രായത്തിൽ നിന്ന് പുറകോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരത്തെ, അപ്പോൾ ആ ഷിഫ്റ്റ് സ്ട്രോക്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക്, ഈ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടും സ്ട്രോക്കും ഹാർട്ടിൻ്റെ അസുഖങ്ങളും എല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഈ ചെറുപ്പക്കാരിൽ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ അതിലൊക്കെ താഴെ വരുന്ന സ്ട്രോക്കുകളിൽ ഈ കൊഴുപ്പടിയുന്ന സ്ട്രോക്ക് തന്നെ ആകണമെന്നില്ല. അപ്പോൾ അവരിൽ ചിലപ്പോൾ ഈ ഹാർട്ടിൻ്റെ വാൽവിലുള്ള സുഷിരങ്ങൾ, ഭിത്തിയിലുള്ള സുഷിരങ്ങൾ, PFO എന്ന് പറയുന്ന സുഷിരങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കുകളാവാം. 2, ഈ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ വരുന്ന വിള്ളലുകൾ, അത് കാരണം രക്തം ആ ഭിത്തിയിലോട്ട് കയറി ഡിസെക്ഷൻ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവാം. 3, വളരെ വിരളമായി ജനിതകമായുള്ള അസുഖങ്ങളുണ്ട്. അത് വളരെ വളരെ വിരളമാണ്. 4, ഈ രക്തത്തിലുള്ള ദൂഷ്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ചില ആൻറ്റിബോഡികൾ, ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡികളാണ്. രക്തം പെട്ടെന്ന് കട്ട പിടിച്ചേക്കാം. അങ്ങനെയുള്ള രക്തത്തിൻ്റെ ദൂഷ്യങ്ങൾ, അതുകൊണ്ടും സ്ട്രോക്കുകൾ വരാം. അതൊക്കെയാണോ സ്ത്രീകളിൽ ഈ മെനോപോസ് ആവുന്നതിന് മുമ്പ് വരെ സ്ത്രീകൾക്ക് ഈ കൊളസ്ട്രോൾ സംബന്ധമായ ഈ ജീവിതശൈലി രോഗങ്ങൾ അത്ര തീവ്രമായി വരാറില്ല. അവർക്ക് സ്ട്രോക്ക് വന്നാലും, സ്ത്രീകളിൽ സാധാരണ സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ തീവ്രത കുറച്ചുകൂടെ കൂടുതലും മരണനിരക്ക് കുറച്ചുകൂടെ കൂടുതലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2 സ്ട്രോക്കും വരാം. ഇസ്കീമിക് സ്ട്രോക്കും വരാം, ഹെമറാജിക് സ്ട്രോക്കും വരാം. ഈ നമ്മളൊരു 100 പേരിൽ സ്ട്രോക്ക് ആണെങ്കിൽ അതിൽ 60 തൊട്ട് 70 മെയിൽ പുരുഷന്മാർക്കായിരിക്കും. ഒരു 30 തൊട്ട് 40 ആയിരിക്കും എപ്പോഴും. അപ്പം സ്ത്രീകൾക്ക് പൊതുവേ സ്ട്രോക്ക് കുറവാണ് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ തീവ്രമായിട്ടും കുറച്ചുകൂടെ അപകടങ്ങൾ കൂടുതൽ, മരണനിരക്കെല്ലാം സ്ത്രീകളിലാണ് പൊതുവെ കൂടുതൽ. എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഈ സ്ത്രീകൾ വരുന്നു, അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ്. ഈ പ്രത്യേകിച്ചുള്ളൊരു കാരണമായിട്ട് സ്ത്രീകളിൽ പറയാമെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ APLA എന്ന് പറഞ്ഞ അസുഖങ്ങളാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും സ്ട്രോക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പൊതുവെ കോമൺ ആണ്, ഒരേപോലുള്ള കാരണങ്ങളാണ്. തുടർ ചികിത്സ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഒരിക്കൽ വന്ന ആളിന് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? അത് കാരണങ്ങൾക്കനുസരിച്ചിരിക്കാം. ഒരു 100 പേർക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 90 പേർക്ക് വീണ്ടും സ്ട്രോക്ക് വരില്ല.